സംസ്ഥാനത്ത് ലഹരിയുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങളും അക്രമങ്ങളും കൂടുമ്പോഴും എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ കഴിയാതെ എക്സൈസ്. ആവശ്യത്തിന് വാഹനങ്ങളുണ്ടെങ്കിലും ഡ്രൈവർ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയാണ് തസ്തിക സൃഷ്ടിക്കാതിരിക്കാൻ കാരണമെന്നാണ് സർക്കാർ വാദം. വിശദമായ റിപ്പോർട്ടിലേക്ക് ആദ്യം. പോലീസുകാരനെ സുഹൃത്ത് കഴുത്തറത്ത് കൊന്നതും ലഹരിക്ക് അടിമപ്പെട്ട് നടത്തിയ കൊലപാതകമാണെന്നാണ് കണ്ടെത്തൽ. സ്വന്തം മാതാവിനെ ലഹരിയുടെ ആധിക്യത്തിൽ 24 വയസ്സുകാരനായ മകൻ വെട്ടിക്കൊന്നത്. ജന്മം നൽകിയവരെ അടക്കം വെട്ടിക്കൂട്ടി ചോരയാറാട്ട് നടത്തുന്ന ലഹരി ക്രിമിനലുകൾ ഇനിയും ഉണ്ടാകാതിരിക്കാൻ ഭരണകൂടം എന്താണ് ചെയ്യുന്നത്? ദിനംപ്രതി രക്തം തെറിച്ച വാർത്ത കേട്ട് ജനം തലയിൽ കൈവയ്ക്കുമ്പോൾ അപ്പുറത്തൊരു കൂട്ടം എക്സൈസ് ഓഫീസുകളിൽ അന്താളിച്ചിരിപ്പുണ്ട്. എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം ഊർജിതമാക്കാൻ പേപ്പർ അടിച്ചു കൊടുക്കുമ്പോൾ അതിനുവേണ്ട സൗകര്യങ്ങൾ സർക്കാർ നൽകുന്നുണ്ടോ? ഇല്ലെന്ന് നിയമസഭയിൽ തന്നെ വകുപ്പ് മന്ത്രി പറഞ്ഞതാണ് അത്ഭുതം. സംസ്ഥാനത്താകമാനം എക്സൈസിനുള്ളത് 450 കാറുകൾ, 6 ബസ്സുകൾ, 2 മിനി ബസ്സുകൾ, അങ്ങനെയാകെ 458 വാഹനങ്ങൾ. ഇവയോടിക്കാനുള്ളത് വെറും 277 ഡ്രൈവർമാർ മാത്രം. വാഹനങ്ങൾ അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഡ്രൈവറില്ലാത്ത 27 ഓഫീസുകളും കേരളത്തിലുണ്ട്. കൂടുതൽ ഡ്രൈവർ തസ്തിക ആവശ്യപ്പെട്ട് എക്സൈസ് കമ്മീഷണർ സർക്കാരിന് കത്ത് നൽകിയത് നിരവധി തവണ. എല്ലാം മടക്കി അയച്ചിട്ടുണ്ടെന്നും തസ്തിക സൃഷ്ടിക്കുന്ന കാര്യം ആലോചന പോലുമില്ലെന്നാണ് വകുപ്പിന്റെ കപ്പിത്താനായ മന്ത്രി MP രാജേഷിന്റെ മറുപടി. സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമായി പറയുന്നത്. അങ്ങനെ പറയുമ്പോഴുമുണ്ട് സർക്കാർ കടലാസുകളിൽ പരസ്പര വിരുദ്ധത. എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി തടസ്സമാകുന്നില്ല എന്നാണ് എൽദോസ് MLAയുടെ ചോദ്യത്തിന് മന്ത്രിയുടെ ആദ്യ ഉത്തരം. മൂന്നാം ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്തുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയെ വില്ലനാക്കി മാറ്റുകയാണ് മന്ത്രി. 10 വർഷം മുൻപ്, അതായത് 2015 ഏപ്രിൽ 23 സർക്കാർ ഉത്തരവ് പ്രകാരമാണ് എക്സൈസ് വകുപ്പിൽ അവസാനമായി ഡ്രൈവർ തസ്തിക സൃഷ്ടിച്ചത്. സർക്കാരിന് ആനകളെ വാങ്ങിക്കൂട്ടാൻ സാമ്പത്തികമുണ്ട്, തോട്ടി വാങ്ങാൻ മാത്രമില്ലേ എന്നാണ് ചോദ്യം. 10 വർഷത്തിനിപ്പുറമെങ്കിലും ഉത്തരമുണ്ടാകണം. തിരുവനന്തപുരത്ത് നിന്ന് VS അനുരാഗ്, ന്യൂസ് മലയാളം.